ഹായ് എവരിവൺ, ഇന്നത്തെ വീഡിയോയിൽ പുതിയ OTT റിലീസുകൾ ഏതെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യമായി ടൊവിനോ തോമസ്, കയാതു ലോഹർ പ്രധാന കഥാപാത്രമായി വന്ന പള്ളിച്ചട്ടമ്പി എന്ന മൂവിയാണ്. ഇതൊരു പീരിയോഡിക് ഡ്രാമ മൂവിയാണ്. എനിക്ക് പേഴ്സണലി ഒരു ആവറേജ് എക്സ്പീരിയൻസ് കിട്ടിയ മൂവിയാണ്. ഹൈപ്പിനനുസരിച്ചുള്ള ഒരു മൂവിയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പള്ളിച്ചട്ടമ്പി സോണി ലൈവിൽ ജൂലൈ 25 സ്ട്രീമിംഗ് ആരംഭിക്കുമെന്നാണ് വരുന്ന റിപ്പോർട്ടുകൾ. അടുത്തതായി അനന്തൻ കാട് എന്ന് പറഞ്ഞ മൂവിയാണ്. ഇത് വളരെ കുറച്ചു കാലം മാത്രമേ തിയേറ്ററുകളിൽ ഉണ്ടായിരുന്നുള്ളൂ. തമിഴിലെ ആര്യ പ്രധാന കഥാപാത്രമായി വന്നൊരു മലയാള മൂവിയാണ് അനന്തൻ കാട്. എന്നാൽ കണ്ടവരൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത റിവ്യൂ പറഞ്ഞൊരു മൂവി കൂടിയാണ് അനന്തൻ കാട് എന്ന് പറയുന്നത്. പേഴ്സണലി ഞാൻ ഈ മൂവി കണ്ടിട്ടില്ല. ഇത് നെറ്റ്ഫ്ലിക്സ് അല്ലെങ്കിൽ ആമസോൺ പ്രൈമിൽ സ്ട്രീമിംഗ് ആരംഭിക്കാൻ പോകുന്നു എന്നുള്ള റിപ്പോർട്ട്സാണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഓഗസ്റ്റ് മാസം അല്ലെങ്കിൽ സെപ്റ്റംബർ ആദ്യവാരമായിട്ട് ഇതിന്റെ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തതായിട്ട് ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. വോതറിംഗ് ഹൈറ്റ്സ് എന്നാണ് ഇതിന്റെ പേര്. ഇത് ജിയോ ഹോട്ട്സ്റ്റാറിൽ ഇപ്പോൾ സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. താല്പര്യമുള്ളവർ കണ്ടു നോക്കുക. അടുത്തതായി ഒരു മലയാളം ഹൊറർ മൂവിയായ ചിത്തിനി എന്ന മൂവിയാണ്. ഇത് മനോരമ മാക്സിൽ ജൂലൈ 17 മുതൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തതായി ഒരു കന്നഡ മൂവിയാണ്. ദ ഡെവിൾ എന്നാണ് സിനിമയുടെ പേര്. ഇത് C5 ജൂലൈ 17 മുതൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തതായി സാമന്ത പ്രധാന കഥാപാത്രമായി വന്ന ഒരു തെലുങ്ക് മൂവിയാണ് മാ ഇന്ദി ബംഗാരം. ഇത് വളരെയധികം ജനപ്രീതി നേടിയൊരു മൂവി കൂടിയാണ്. ഇത് ജിയോ ഹോട്ട്സ്റ്റാർ ആണ് ഇതിന്റെ OTT റൈറ്റ്സ് ഏറ്റെടുത്തിരിക്കുന്നത്. ജൂലൈ 17 മുതൽ ജിയോ ഹോട്ട്സ്റ്റാറിൽ മാ ഇന്ദി ബംഗാരം സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തതായി ഒരു തമിഴ് മൂവിയായിട്ടുള്ള 3 BHK എന്ന് പറഞ്ഞ മൂവിയാണ്. സിദ്ധാർത്ഥ് പ്രധാന കഥാപാത്രമായി വന്ന മൂവിയാണ് 3 BHK. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഡീസന്റ് മൂവി കൂടിയാണിത്. ഇത് മനോരമ മാക്സ് ആണ് OTT റൈറ്റ്സ് ഏറ്റെടുത്തിരിക്കുന്നത്. ഇത് ഉടനെ തന്നെ സ്ട്രീമിംഗ് ആരംഭിക്കുമെന്നാണ് വരുന്ന റിപ്പോർട്ടുകൾ. അടുത്തതായി ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. പാസഞ്ചർ എന്നാണ് മൂവിയുടെ പേര്. ഇതൊരു ഹൊറർ മൂവിയാണ്. ഇതിപ്പോൾ സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. താല്പര്യമുള്ളവർ കണ്ടു നോക്കുക. അടുത്തതായി ഒരു മൂവി ആയിട്ടുള്ള കമൽ ശ്രീദേവി എന്ന് പറഞ്ഞ മൂവിയാണ്. ഇതൊരു മിസ്റ്ററി ത്രില്ലർ മൂവിയാണ്. ഇത് സൺനെക്സ്റ്റ് ആണ് ഇതിന്റെ OTT റൈറ്റ്സ് ഏറ്റെടുത്തിരിക്കുന്നത്. ജൂലൈ 17 മുതൽ കമൽ ശ്രീദേവി സ്ട്രീമിംഗ് ആരംഭിക്കുന്നു. അടുത്തതായി ഒരു തെലുങ്ക് ആക്ഷൻ മൂവിയായ ലെനിൻ എന്ന മൂവിയാണ്. ഇത് C5 ആണ് ഇതിന്റെ OTT റൈറ്റ്സ് ഏറ്റെടുത്തിരിക്കുന്നത്. ഓഗസ്റ്റ് 14 മുതൽ ലെനിൻ സ്ട്രീമിംഗ് ആരംഭിക്കുന്നു. അടുത്തതായി ദ ഡെവിൾസ് മൗത്ത് എന്ന് പറഞ്ഞ ഒരു സർവൈവൽ ത്രില്ലർ ഇംഗ്ലീഷ് മൂവിയാണ്. ഇത് ആമസോൺ പ്രൈമാണ് OTT റൈറ്റ്സ് ഏറ്റെടുത്തിരിക്കുന്നത്. ജൂലൈ 29 മുതൽ ദ ഡെവിൾസ് മൗത്ത് ആമസോൺ പ്രൈമിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തതായി ഒരു ഹിന്ദി മൂവിയാണ്. മേം വാപ്പസ് ആവുങ്ക എന്നാണ് മൂവിയുടെ പേര്. ഇതൊരു ഇമോഷണൽ റൊമാൻറ്റിക് മൂവിയാണ്. അതായത് ഇന്ത്യ പാകിസ്ഥാൻ വിഭജനത്തിന്റെ സമയത്ത് ഉണ്ടാകുന്ന രണ്ട് കാമുകന്മാർക്ക് ഇടയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ഇത് നെറ്റ്ഫ്ലിക്സ് ആണ് OTT റൈറ്റ്സ് ഏറ്റെടുത്തിരിക്കുന്നത്. ഓഗസ്റ്റ് 7 ഇത് സ്ട്രീമിംഗ് ആരംഭിക്കുന്നു. അടുത്തതായി ബ്ലാക്ക് റൂം എന്ന് പറഞ്ഞിട്ടുള്ള ഹൊറർ ഇംഗ്ലീഷ് മൂവിയാണ്. ഇത് ആമസോൺ പ്രൈമിലാണ് സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. താല്പര്യമുള്ളവർ കണ്ടു നോക്കുക. അപ്പോൾ ഇതൊക്കെയാണ് പുതിയ OTT അപ്ഡേറ്റ്സുകൾ എന്ന് പറയുന്നത്. നിങ്ങളിത് ഏത് മൂവീസിന് വേണ്ടിയിട്ടാണ് വെയിറ്റിംഗ്? നിങ്ങളുടെ കമൻസുകൾ രേഖപ്പെടുത്തുക. പുതിയ OTT അപ്ഡേറ്റ്സുകളെ കുറിച്ച് അറിയുന്നതിനും സിനിമ ഒപ്പീനിയനുകളെ കുറിച്ച് അറിയുന്നതിനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.